നടൻ മമ്മൂട്ടിയുടെ അസുഖം ഭേദമായി. സന്തോഷം പങ്കുവച്ച നിർമ്മാതാവ് ആന്റോ ജോസഫ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥന ഫലം കണ്ടുവെന്നാണ് ആന്റോ ജോസഫിന്റെ പോസ്റ്റ്. ഒപ്പം നിന്നവരോട് നന്ദി പറഞ്ഞ മമ്മൂട്ടിയുടെ വിശ്വസ്തനും നിർമ്മാതാവുമായ എസ് ജോർജ്. സൈഫുന്നിസ അലിയാർ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. സൈഫുന്നിസ, അങ്ങനെ മലയാളികളുടെ വലിയൊരു സന്തോഷം, വലിയൊരു ആശ്വാസമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യമൊക്കെ സംബന്ധിക്കുന്ന ഒരു അപ്ഡേഷൻ കേൾക്കുക എന്ന് സംബന്ധിച്ച് എന്തായിരുന്നു പോസ്റ്റിലെ ഉള്ളടക്കം? ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത, ലോകത്തെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ അല്ലെങ്കിൽ സിനിമയുടെ മൊത്തം പ്രേക്ഷകർ, മമ്മൂട്ടിയുടെ ആരാധകർക്കൊക്കെ സന്തോഷം നൽകുന്ന വലിയൊരു വാർത്തയാണ് ആന്റോ ജോസഫും ഒപ്പം തന്നെ ജോർജും മമ്മൂട്ടിയുടെ സന്തത സഹചാരികളാണ് ഇവർ രണ്ടുപേരും സാമൂഹിക മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്തത്. ആന്റോ ജോസഫിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടായിരുന്നു, പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. ഒപ്പം തന്നെ ജോർജ് പങ്കുവച്ചത് ഒരു കൈകൂപ്പി നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രം തന്നെയായിരുന്നു അതും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, ശരിക്കും പറഞ്ഞാൽ ഒരു മാർച്ച് മാസം മുതൽ മമ്മൂട്ടി ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. അസുഖത്തിന്റെ ആദ്യ വിവരം അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹം ചെന്നൈയിലേക്ക് മാറിയിരുന്നു. മകന്റെ ഒപ്പമായിരുന്നു താമസം. മകനും ഒപ്പം തന്നെ ഭാര്യയും മകനും മരുമകളും മകളും ഒക്കെയായിരുന്നു അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. ചെന്നൈ അപ്പോൾ ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ഈ നീണ്ട കുറച്ച് മാസങ്ങളൊക്കെ ചികിത്സയിലുണ്ടായിരുന്നത്. ഈ കാലം അത്രയും മമ്മൂട്ടിയുടെ ഒരു വിശേഷങ്ങളും അറിയാതെ എല്ലാവരും വലിയ നിരാശയിലായിരുന്നു, വിഷമത്തിലായിരുന്നു. നമ്മളടക്കമുള്ള എല്ലാ ആരാധകരും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. കാരണം കുറച്ച് മുമ്പ് വരെ നമ്മൾ കണ്ട മമ്മൂട്ടി ആയിരുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടിരുന്നത്. കാരണം വ്യത്യസ്തങ്ങളായ വേഷങ്ങളും നമ്മളെപ്പോലും ത്രസിപ്പിക്കുന്ന പ്രകടനങ്ങളൊക്കെയായി മമ്മൂട്ടി വളരെ ഊർജ്ജസ്വലനായി 70-ാം വയസ്സിൽ വലിയ ഊർജ്ജസ്വലനായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം വരികയും അത് ക്യാൻസറിന്റെ ആദ്യ സ്റ്റേജ് ആണെന്ന് അറിയിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു, സുഖം പ്രാപിച്ചിരിക്കുന്നു. അടുത്ത മാസം, അതായത് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തും. ഇപ്പോൾ നടക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ കൊച്ചിയിൽ നടക്കുകയാണ്. ആ സിനിമയുടെ ആന്റോ ജോസഫ് തന്നെ നിർമ്മിക്കുന്ന സിനിമയാണ്. മോഹൻലാൽ അടക്കമുള്ളവർ അഭിനയിക്കുന്ന, മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയുടെ സെറ്റിലേക്ക് മമ്മൂട്ടി ഉടൻ തന്നെ ജോയിൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി നമ്മൾ കാത്തിരുന്നാൽ മതി, മമ്മൂട്ടിയെ വീണ്ടും സ്ക്രീനിൽ കാണാനാകും. ഈ കഴിഞ്ഞ ചിങ്ങം 1-ന് മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ പോസ്റ്ററൊക്കെ വീണ്ടും പങ്കുവച്ചിരുന്നു ജോർജ് അടക്കമുള്ള ആളുകളൊക്കെ, മമ്മൂട്ടി കമ്പനി അടക്കം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ടീമൊക്കെ. അപ്പോൾ തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു മമ്മൂട്ടി വീണ്ടും തിരിച്ചുവരവിന്റെ ഒരു പാതയിലാണ് എന്നുള്ളത്. എന്തായാലും ആ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന പോസ്റ്റാണ് ഇപ്പോൾ ആന്റോ ജോസഫും ജോർജും പങ്കുവച്ചിരിക്കുന്നത്. മമ്മൂട്ടി ഉടൻ കേരളത്തിലേക്ക് എത്തും, പുതിയ സിനിമകളുടെ ഭാഗമാവുകയും ചെയ്യും. സംഗീത. സൈഫുന്നിസ.